ഹായ്. അപ്പോൾ നമ്മൾ മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് ഡിസ്കൗണ്ട് സെയിലിൽ 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ചെടികൾ. അപ്പോൾ അന്ന് വാങ്ങിച്ചിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നത്. അന്ന് നമ്മൾ വെന്തിയുടെ 2 പ്ലാന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ദേ കരിഞ്ഞ് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലുണ്ടായിരുന്ന പൂവൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതെടുത്ത് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനോർത്ത് ഇതെന്തായാലും ഉണങ്ങിയല്ലോ. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ ആ പ്ലാന്റിനെ മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ നമുക്ക് എല്ലാം ഒന്നും പിടിച്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ ഈ 2-3 നമുക്കിപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രമാണ് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അത് മാത്രമേ മാറ്റി നടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് നോർമൽ ഗാർഡൻ സോയിലും പിന്നെ കുറച്ച് ചാണകപ്പൊടിയാണ്. പിന്നെ ആ ഒരു പോട്ടിലുണ്ടായിരുന്ന കുറച്ച് മണ്ണും കൂടി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അതിനകത്ത് കൂടുതലും കൊക്കോപീറ്റാണ്. അപ്പോൾ അതും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ എല്ലുപൊടിയൊന്നും നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല. പ്ലാന്റ് ഒന്ന് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് എല്ലുപൊടിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 3 കളറിലുള്ള വെന്തികളായിരുന്നേ. അപ്പോൾ അതിലിപ്പോൾ ഏത് കളറാണ് പിടിച്ച് കിട്ടിയേക്കണേന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഇപ്പോൾ പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് ഈ കളർ ഏതാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പിങ്ക് കളറിലെ പെൻഡാസിൻ്റെ പ്ലാന്റ് ആണ്. അതും നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഇലകളൊക്കെ വന്നു. പക്ഷേ ഞാനിത് പിടിച്ച് കിട്ടുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്ക് കിട്ടിയ സമയത്ത് അത്ര വലിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വിങ്കാ പ്ലാന്റ് ആണ്. വിങ്കാ പ്ലാന്റിൽ ഇപ്പോൾ പൂക്കളൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ച് വരുന്നുണ്ട്. പിന്നെ അതിനകത്തുണ്ടായ വിത്തുകളൊക്കെ ഞാൻ ആ ചട്ടി തന്നെ പാകിയിട്ടുണ്ടായിരുന്നു. അതും എല്ലാം തന്നെ കിളിർത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം എന്തോരം നമുക്ക് പിടിച്ച് കിട്ടുമെന്നറിയില്ല. പക്ഷേ എല്ലാം ദേ കിളിർത്ത് നിൽപ്പുണ്ടേ. പിന്നെ ഉണ്ടായിരുന്ന ഒരു വിങ്കാ പ്ലാന്റ് ഭയങ്കര ചെറിയ പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഞാനതെല്ലാം തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ദേ അതിലും പുതിയ കിളിർപ്പൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതും നമുക്ക് പിടിച്ച് കിട്ടുമായിരിക്കും. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു കളറാണേ. അതും നന്നായിട്ട് ഇപ്പോൾ പിടിച്ച് വരുന്നുണ്ട്. എല്ലാം ചെറിയ തൈകളായിരുന്നു നമുക്ക് അന്ന് കിട്ടിയത്. അപ്പോൾ അതിലും ഞാൻ ഇതുപോലെ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ട്. അത് നന്നായി പിടിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതൊക്കെ എല്ലാം പിടിച്ച് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത് പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.